30 പന്തിൽ 50. കരിയറിലെ തിരിച്ചടികൾക്കെല്ലാം അതിവേഗം മറുപടി നൽകിയാണ് ശ്രേയസ് അയ്യർ നാഗ്പൂരിൽ 4-മനായി ഇറങ്ങിയത്. ഇംഗ്ലണ്ടിനെതിരായ 1-ാം ഏകദിനത്തിൽ അതിവേഗ അർദ്ധ സെഞ്ചുറി അടിച്ച് നിർണായക ഇന്നിംഗ്സ്. ഏറെക്കാലത്തിനു ശേഷം ഇന്ത്യൻ ടീമിലേക്കുള്ള തിരിച്ചുവരവ് ശ്രേയസ് ആഘോഷിച്ചത് ഇങ്ങനെയാണ്. സെൻട്രൽ കരാർ നഷ്ടമാവുക, പിന്നാലെ ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്താവുക, IPL-ൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ കിരീടത്തിലേക്ക് നയിച്ചെങ്കിലും അടുത്ത സീസണിൽ ടീം നിലനിർത്താതിരിക്കുക, ഇങ്ങനെ കുറച്ചു നാളുകളായി അത്ര നല്ല കാലമല്ലായിരുന്നു ശ്രേയസിന്. ഏകദിന ലോകകപ്പിൽ 4-ാം നമ്പറിൽ തകർപ്പൻ പ്രകടനം നടത്താൻ ശ്രേയസ് അയ്യർക്ക് സാധിച്ചിരുന്നു. എന്നാൽ ഇന്ത്യൻ ടീം മാനേജ്മെന്റിന്റെ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കണമെന്ന നിർദ്ദേശം അവഗണിച്ചതിന് പിന്നാലെ ശ്രേയസ് തഴയപ്പെടുകയായിരുന്നു. പിന്നാലെ രഞ്ജി ട്രോഫിയും സയ്യിദ് മുഷ്താഖ് ട്രോഫിയും അടക്കമുള്ള ആഭ്യന്തര ടൂർണമെന്റുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ശ്രേയസ് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പര ആരംഭിക്കുന്ന ദിവസത്തിന്റെ തലേന്ന് അവസാന നിമിഷമായിരുന്നു ശ്രേയസിന് ടീമിലേക്കുള്ള വിളിയെത്തിയത്. പരിക്കേറ്റ വിരാട് കോഹ്ലിക്ക് പകരം ശ്രേയസ് ഏറെ നാളുകൾക്ക് ശേഷം ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ ഇടം പിടിച്ചു. കിട്ടിയ അവസരം ശരിക്കും മുതലെടുക്കാനും ശ്രേയസ് മറന്നില്ല. നാഗ്പൂരിൽ നടന്ന മത്സരത്തിൽ 4-മനായി ഇറങ്ങി ഏറെ നിർണായകമായ ഇന്നിംഗ്സും കാഴ്ചവെച്ചു. മത്സരത്തിൽ 36 പന്തിൽ 2 സിക്സും 9 ബൗണ്ടറിയും ഉൾപ്പെടെ 59 റൺസ് എടുത്തു. ഒരുപക്ഷെ മത്സരത്തിലെ താരമായി തിരഞ്ഞെടുത്ത ഇന്ത്യയുടെ ടോപ്പ് സ്കോററായ ശുഭ്മാൻ ഗില്ലിനേക്കാൾ കയ്യടി നേടിയ ഇന്നിംഗ്സ് ആയിരുന്നു ശ്രേയസിൻ്റേത്. ഇന്ത്യയെ നേരിടാനിറങ്ങിയ ഇംഗ്ലണ്ടിന് തീർത്തും ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു ശ്രേയസ് എന്ന് പറഞ്ഞാലും അതിശയോക്തിയാവില്ല. ശ്രേയസിന്റെ പ്രകടനമായിരുന്നു ഇംഗ്ലണ്ടിൽ നിന്നും മത്സരം കൈവിട്ടു പോവാൻ കാരണമെന്ന് ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ പോലും സമ്മതിച്ചു തന്നതാണ്. മടങ്ങിവരവിൽ ശ്രേയസ് തന്റെ മികവ് ഒരു തരി പോലും നഷ്ടമായിട്ടില്ലെന്ന് തെളിയിക്കുക മാത്രമല്ല ചെയ്തത്. തന്റെ വീക്ക് പോയിന്റായ ഷോർട്ട് ബോളുകളെ വളരെ മനോഹരമായി നേരിടാനും ശ്രേയസിന് സാധിച്ചു. ഇംഗ്ലണ്ടിന്റെ പേസർമാരെയും സ്പിന്നർമാരെയും ഒരുപോലെ കടന്നാക്രമിച്ചാണ് ശ്രേയസ് കസറിയത്. സൂപ്പർ പേസർ ജോഫ്ര ആർച്ചർ അതിവേഗ പന്തുകളുമായി തുടക്കത്തിൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരെ വിറപ്പിച്ചിരുന്നു. എന്നാൽ ആർച്ചറെ തുടർച്ചയായി 2 സിക്സുകൾ പായിച്ചാണ് ശ്രേയസ് കരുത്ത് കാട്ടിയത്. ഷോർട്ട് ബോൾ ശ്രേയസിന്റെ ദൗർബല്യമാണെന്ന് കരുതി ആക്രമണം നടത്തിയ ഇംഗ്ലണ്ട് പേസർമാരെ അടിച്ചു പറത്തുന്ന കാഴ്ചയാണ് നാഗ്പൂരിൽ കണ്ടത്. ചാമ്പ്യൻസ് ട്രോഫി ആരംഭിക്കാനിരിക്കെ ഇന്ത്യക്ക് അല്പമെങ്കിലും ആശ്വാസം നൽകുന്ന പ്രകടനമാണ് ശ്രേയസ് അയ്യർ നടത്തിയത്. ആധിപത്യം പുലർത്തുന്ന ബാറ്റിംഗ് പ്രകടനത്തോടെ ചാമ്പ്യൻസ് ട്രോഫിയിലും 4-ാം നമ്പർ ശ്രേയസ് ഉറപ്പിച്ചെന്ന് പറയാം. ഇനിയും മികച്ച അയ്യരുകളിക്ക് വേണ്ടി കാത്തിരിക്കാം.